ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയത് പറഞ്ഞാൽ കുറച്ച് പഴക്കം പോകണം. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. കുറേ ദിവസമായി എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാനും വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വന്നതാട്ടോ. പിന്നെ 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ 2 മിക്സ് ആക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ അടിച്ചു വരാനും പാത്രം കഴുകാനും അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം അടുത്ത കിച്ചൺ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ. അപ്പോൾ അവിടെയൊക്കെ അടിച്ചു വരി ഒന്ന് ലെവലാക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു വരലൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പാത്രമൊക്കെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ രാജേട്ടൻ പുറത്ത് പോയപ്പോൾ കൊക്കവട കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന്. അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കൊക്കവടയും സമൂസ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ നിന്നപ്പോൾ അമ്മൂനെക്കുട്ടി പറഞ്ഞതാണ്, ചേച്ചി നമുക്ക് അതിലൊന്ന് പോയി നോക്കിയാലോ എന്ന്. അപ്പോൾ സ്കൂളൊക്കെ അടച്ചതല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ. വീട്ടിലേക്ക് നിൽക്കാൻ വന്നവരും അമ്മ വീട്ടിലേക്ക് നിൽക്കാൻ വന്നവരും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഇവർ കുട്ടികൾ പോയി. പിന്നെ ഞാനും അമ്മൂനെയും കുറച്ച് ആൾക്കാരും കുട്ടികൾ പിന്നിൽ പോയി. അപ്പം ഞങ്ങളത് അവിടെ ചെന്നിട്ട് മാങ്ങയൊക്കെ ചാടിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഇത് ഉപ്പിലൊരുമയും കഴിക്കാൻ നിൽക്കാം കേട്ടോ. അത് മഞ്ഞപ്പൊടിയില്ല, മുളക് പൊടി ഉപ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല റെഡിയാക്കിയിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വാഴൻ്റെ ഇലയൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കുട്ടികളെ വീഡിയോ എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ആടുജീവിതത്തിന് പോയ വീഡിയോ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 3 ദിവസത്തെ വീഡിയോ ഞാൻ ആഡ് ചെയ്ത് വെച്ചതാണ്, മിക്സ് ആക്കി ഇട്ടതാണ് കേട്ടോ. വീഡിയോ കണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അവിടെ ഞങ്ങളാ പറഞ്ഞുകൊണ്ട് നിന്നത് ഞങ്ങൾ ടിക്കറ്റൊക്കെ കൺഫേം ആക്കിയതിന് ശേഷം അവിടെ പ്രേമം റിലീസ് എന്നാണ് ആ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു. പക്ഷെ അതല്ല കേട്ടോ, പ്രേമം ടീം വേറെ ഏതോ ഒരു സിനിമയായിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത്. പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്രേമല്ല കേട്ടോ, ഹൃദയം മൂവിക്ക് ഇഷ്ടം കേട്ടോ. ഞാൻ ഹൃദയം എന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ പ്രേമമായി പോയതാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ നോക്കി റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ തിയേറ്ററിൻ്റെ പേരാണ് കേട്ടോ ഹരിഹർ ഫിലിം സിറ്റി. അപ്പോൾ മൂവിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇൻ്റർവെല്ലിന് ഞാൻ പുറത്തേക്കൊക്കെ പോയി എന്നിട്ട് ഞങ്ങൾ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ അമ്മൂനെക്കുട്ടീനോട് ഇങ്ങനെ പറയുന്നു എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെ. രാജേട്ടൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റണില്ല. എനിക്ക് തന്നെ അറിയില്ല. അന്ന് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് തന്നെ എന്തൊക്കെയോ തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മൂവി കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണവരുണ്ട് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. നജീബിക്ക എന്ന് പറയുന്ന വ്യക്തിനൊക്കെ സമ്മതിക്കണ്ടോ, വെള്ളത്തിനൊക്കെ ദാഹിച്ച് ഓരോരോ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വെള്ളം കുടിക്കാൻ തോന്നും. അത്രക്കും എന്താ പറയുക, ഭയങ്കര ആ മൂവി കാണുന്നു വേണം കേട്ടോ. പറഞ്ഞാൽ എന്താ പറയുക, അതിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ആ മൂവി കാണുമ്പോൾ എന്തോ ആ ഒരു ലെവലിൽ നിന്ന് നമ്മളൊന്ന് മാറി കിട്ടാൻ 2-3 ദിവസം എടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആ സിനിമേനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയുണ്ട് രാജേട്ടനോടും അമ്മൂനോടും ഇങ്ങനെ ചോദിക്കുകയെന്ന് കേട്ടോ. ഞാൻ അതന്നെ കേട്ടോ പറയണത്. പിന്നെ ഞാൻ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നജീബ് ഖാൻ്റെ കുറേ ഇൻ്റർവ്യൂ
അത് ഒക്കെ ഞാൻ യൂട്യൂബിൽ അടിച്ചിങ്ങനെ നോക്കിയിട്ടോ. കാരണം ആ മൂവി കണ്ടാൽ ആ ആളെ പറ്റി കുറേ അറിയാൻ നമുക്ക് തോന്നും. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. നോവലിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ സിനിമ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ നോവൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ നോവലിലൊക്കെ പറയണൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയൊക്കെ കണ്ട് ഞങ്ങളിതാ തിയേറ്ററിൽ നിന്നൊക്കെ പോകുന്നു. ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടൻ ഇങ്ങോട്ട് വന്ന് സിനിമക്ക് പോവുകയല്ലേ എന്നൊക്കെ പറയണ വാക്ക് ചരിത്രത്തിൽ ആദ്യം കേട്ടോ. കാരണം ഞാനാണ് രാജേട്ടനോട് അങ്ങോട്ട് പോയി ചോദിക്കല് സിനിമക്കൊക്കെ പോവുകയല്ലേ എന്നൊക്കെ. അപ്പോൾ രാജേട്ടൻ എന്താണെന്നറിയില്ല ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് സിനിമക്ക് പോവാന്ന്. അങ്ങനെയൊന്നും യാതൊരു കാരണവശാലും നടക്കലില്ല കേട്ടോ അതൊന്നും. അപ്പോൾ രാജേട്ടൻ എന്ത് പറ്റി എനിക്കറിയില്ല, എന്തായാലും സിനിമക്കൊക്കെ വിളിച്ച് അപ്പോൾ സിനിമയൊക്കെ പോയി കണ്ടു. സിനിമ സൂപ്പറാണ് കേട്ടോ. നടന്ന സംഭവമാണെങ്കിലും നമുക്ക് എന്താ പറയുക, കരയാനൊക്കെ വരും കേട്ടോ. കരച്ചിലൊക്കെ വരും കേട്ടോ. ഓരോരോ സീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അവസ്ഥയാണ് ആ സിനിമ കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.